Hello everyone, welcome to the another video of Flash by Nima. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു ഷീൻ ഹോൾ ആണ്. എന്താണ് ഷീൻ ഹോൾ? ഇത് വന്നിട്ട് ഗേൾസിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്ഷനാണ്. ഞാനിപ്പോൾ കുറച്ച് നൈറ്റ് വേഴ്സ് ഇങ്ങനെ ഷീനിൽ നിന്ന് ഇങ്ങനെ ഓർഡർ ചെയ്ത് ഇങ്ങനെ എല്ലാ ദിവസവും ബെല്ലടിക്കുമ്പോൾ കാത്തിരിക്കും, അയ്യോ ഷീന അവിടെ, അയ്യോ ഷീന അവിടെ. അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് എനിക്കിങ്ങനെ ഓർഡർ ചെയ്ത് സാധനങ്ങൾ വരുത്താന്നുള്ളത്. അങ്ങനെ ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 6 അല്ലെങ്കിൽ ഒരു 7 കുറച്ച് ഉടുപ്പുകൾ നൈറ്റ് വേർഡ്സ് ഞാൻ ഷീനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള വീഡിയോയിലൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കാനൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ 1 2 3 4 5 6 ഇത്രയും ഉടുപ്പുകൾ നമുക്ക് അൺബോക്സ് ചെയ്യാറുണ്ട്. നമുക്ക് വേഗം അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഷീനിൽ നിന്ന് ഇങ്ങനെ ക്ലോത്ത്സ് ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ക്യൂട്ട് സിപ്പ് ലോക്കിലാണ് അവർ ക്ലോത്ത്സ് ഡെലിവർ ചെയ്യണം. അതും ഒരു ഫാൻറ്റസിയാണ്, കാരണം നമുക്ക് ഇങ്ങനെ മേക്കപ്പ് സാധനങ്ങളൊക്കെ പുറത്തും ഇട്ടിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു നൈസ് പാക്കിങ്ങും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ള ഒരു നൈറ്റ് സെറ്റാണ്. ഇതിൽ കുറേ കാടും പടലൊക്കെ ഉണ്ട്. കുതിരയല്ല പുലിയൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ്. നൈറ്റല്ല, നമുക്ക് എപ്പോഴും ഇടാം. നൈറ്റ് വെയർ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലൊക്കെ ഇടാൻ പറ്റും. നല്ല ഭംഗിയുള്ള തേക്കുന്നത് മീഡിയം സൈസ്, പക്ഷേ എനിക്ക് സ്മോൾ സൈസാണ് കറക്റ്റ്. എടുത്ത് വന്നപ്പോൾ മീഡിയം സൈസ് ആയിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ കഴുത്ത് വന്നിട്ട് വീനക്കാണ്. അതേപോലെ തന്നെ സ്മോൾ ക്യൂട്ട് പോക്കറ്റും ഒരു കയ്യിൽ നമുക്ക് ബ്ലൂ ലേസാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫുൾ പ്രിൻ്റ് എന്ന് പറയുന്നത്. തെങ്ങും പുലി എല്ലാം ഉണ്ട്. ബാക്ക് വന്നിട്ട് നമ്മുടെ കോളറും ബ്ലൂ കളർ ലേസിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു എലഗൻറ്റ് ലുക്കുള്ള ഒരു നൈറ്റ് വെയർ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വൺ വന്നിട്ട് ഞാൻ ക്യൂട്ടാണെന്ന് വിചാരിച്ചതും എന്നാൽ എന്നെ തോപ്പിച്ച് കളഞ്ഞതുമായ ഒരു പ്രോഡക്റ്റാണ്, ഒരു ഡ്രസ്സാണ്. ഇത് വന്നിട്ട് ഒരു ബ്രൗൺ, ഓറഞ്ച്, യെല്ലോ, ബ്ലാക്ക്, ഗ്രീൻ എല്ലാം കൂടി മിക്സ് ആയ ഒരു കോട്ട് സെറ്റ്. എന്നെ എല്ലാവരും തളർത്തിക്കളഞ്ഞൊരു കോട്ട് സെറ്റാണ്. ഇതാണ് വന്നിട്ട് ഒരു ലൈറ്റ് ബോർഡറൊക്കെ, ഒരു യെല്ലോ കളറിൽ ബോർഡറും കാര്യങ്ങളൊക്കെ വന്ന് സെയിം തന്നെ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ വാങ്ങിച്ചതിൽ ഇത് കണ്ട ആർക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ആ വീഡിയോയിൽ നല്ല ബ്യൂട്ടിഫുൾ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഇട്ട് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. പക്ഷേ ഇത് ഇങ്ങനെ കണ്ടിട്ട് ഒരാൾക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് അധികം വലുതായിട്ട് പറയാനില്ല, കാരണം നമുക്കിത് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾ പറ ഇതെങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മോഡൽ വന്നിട്ട് ഒരു ക്യൂട്ട് പോക്കറ്റൊക്കെ ആയിട്ട് നേരത്തെ കാണിച്ച സെയിം മോഡൽ, പക്ഷെ ഒരു മണ്ഡല ആർട്ടൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു കളർ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. ഇതിൻ്റെ ബാക്കും മറ്റേ കോളർ നെക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരത്തെ പോലെ തന്നെ സെയിം മോഡൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വന്നിട്ട് ഇതേപോലെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പൈജാമ സെറ്റാണ്, ഒരു നൈറ്റ് വെയർ. അപ്പോൾ ഇതിൻ്റെ കളർ വന്നിട്ട് ഗോൾഡും വൈറ്റും. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് നേരിട്ട് ഇതേപോലെ കണ്ട് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഞാൻ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് ഇട്ട് നോക്കാം നമുക്കിത് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയില്ലേ, കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത്. അതാണ് ഞാനിപ്പോൾ ഇട്ടിരുന്നത് നമ്മുടെ മൂന്നാമത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇത് നല്ല ഗോൾഡിൽ റോസാപ്പൂടെയും പൂമ്പാറ്റയുടെയൊക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു പ്രിൻറ്റ് വന്നിട്ട് എല്ലാം ഞാൻ ഇട്ട് കാണിക്കും, കാരണം ഇത് നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ഇട്ട് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറയണം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. അടുത്തത് വന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാം ഒരേപോലെ തോന്നും, കാരണം എനിക്കിപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ഒരേപോലെ തോന്നണം. ഓക്കെ, അപ്പോൾ അടുത്തത് വന്നിട്ട് ഗോൾഡും ബ്ലാക്കും ഷെയ്ഡിൽ വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു പൈജാമ സെറ്റാണ്. എലാസ്റ്റിക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇതിൻ്റെ എൻഡ് വന്നിട്ട് ഒരു ലൈറ്റ്, ഒരു ഐവറി കളർ പോലത്തെ ഒരു കളറിലുള്ള ഒരു ലേസ്, ഒരു സ്മോൾ ലേസും വന്നിട്ടുണ്ട്. ഇതിൻ്റെ നെക്ക് വീനക്കാണ്. ഇതാണ് പ്രോഡക്റ്റ് വന്നിട്ട്. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ ആ ഉടുപ്പിട്ടിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത്. ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഞാൻ എങ്ങനത്തെ വീഡിയോസ് ഇടുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം, ഏത് രീതിയിലുള്ള കോണ്ടൻറ്റ്സ് ആണെന്നുള്ളതും നിങ്ങൾ കമൻറ്റിൽ പറയാം. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങനത്തെ കോണ്ടൻറ്റ്സൊക്കെ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ലാസ്റ്റ് വൺ
ഇത് ആദ്യം കാണിച്ചില്ല ഒരു ബ്ലൂവും വൈറ്റും, അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ്, ബ്രൗണും വൈറ്റ്. ഇത് പ്യൂർ വൈറ്റ് അല്ല, ഇതൊരു ഐവറി ഷെയ്ഡ് കലർന്നൊരു വൈറ്റ് ആണ്, ഒരു ബ്രൗൺ ആൻഡ് ഗോൾഡ് ലൈറ്റ് ഷെയ്ഡ് ചേർന്നിരിക്കുന്ന ഒരു വൈറ്റ് എന്ന് പറയാൻ പറ്റൂല, എങ്കിലും ഇത് കൊള്ളാം. ഇതിന്റെ സെയിം പ്രിന്റ് അല്ല, ഇത് ഫുള്ള് തെങ്ങും വാഴയൊക്കെയാണ്, വാഴപ്പാന എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷെ ഒരു ഗോൾഡ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്. അതേപോലെ തന്നെ ഇതാണ് അതിൻ്റെ ടോപ്പ് എന്ന് വന്നിട്ട്, ഇതെല്ലാം മീനക്കാണ്. സോ ഇതാണ് നമ്മുടെ അടുത്ത പൈജാമ സെറ്റ് വന്നിട്ട് ബ്രൗണിൽ വൈറ്റ് ഷെയ്ഡ്. പിന്നെ ഈ പൈജാമ സെറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നൈറ്റൊക്കെ നമ്മൾ ഉറങ്ങാനൊക്കെ കിടക്കുമ്പോൾ എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് വെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ പിന്നെ ഇപ്പോൾ തണുപ്പായതുകൊണ്ടിട്ട് പോളിസ്റ്റർ നമുക്ക് വലിയ പ്രശ്നമില്ല, പക്ഷെ നാട്ടിൽ അത് ഭയങ്കര ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ലാസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ഷൈനി പിങ്ക് ഗ്രേ, ഒരു പിങ്കും ഗ്രേയും സിൽവറൊക്കെ മിക്സ് ചെയ്തൊരു കളറ്, നല്ല ഭംഗിയുള്ളൊരു പൈജാമ സെറ്റ് തന്നെയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ലാസ്റ്റ് ഡ്രസ്സ് വന്നിട്ട്. ഷീൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ആൻഡ് അത്ര അഫോർഡബിൾ ആയതുകൊണ്ടിട്ട് തന്നെ ക്വാളിറ്റി ബേസിൽ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അത് വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ അനുസരിച്ച് അത് എത്ര നാൾ നിൽക്കുന്നു എന്നുള്ളത് ബേസ് ചെയ്തിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഇനി ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ